പേര് ലീലാമ്മ ആൻ്റണി. ഞാൻ കടവന്തറ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവകാംഗമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2018 ഒക്ടോബർ 14 ഞാനിപ്പോൾ 14ാമത്തെ ഉടമ്പടിയിലാണ്. ഉടമ്പടി ഞാൻ പുതുക്കി നിൽക്കുകയാണ്. എനിക്ക് ഈ നിയോഗത്തിൽ കിട്ടിയത്, എനിക്ക് അലർജിയുടെ അസുഖം മൂലം വളരെ ശക്തമായിട്ടുള്ള കഫക്കെട്ടും ചുമയുമായിരുന്നു. കഫക്കെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസമുട്ടൽ പോലെയായിരുന്നു അത് വന്നുകൊണ്ടിരുന്നത്. ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചു, അത് താൽക്കാലിക ഒരു ആശ്വാസം കിട്ടും, പിന്നെയും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ആരാധനയിൽ അച്ഛൻ 14/5/2024 ഉടമ്പടി ആരാധനയിൽ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, വലത്തെ മൂക്കിൻ്റെ പ്രയാസം മൂലം ശ്വാസം കിട്ടാതെ വാ തുറക്കുന്ന അനേകം മക്കളെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് അച്ഛൻ പറയുകയുണ്ടായി. കൂടാതെ കാലിലെ ഉപ്പൂറ്റി പൊങ്ങി, അതൊരു മാംസമാകാം, ഒരു എല്ലാകാം, അത് ചിലപ്പോൾ മുഖത്താകാം, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവങ്ങളാകാം. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ഇതെല്ലാം എനിക്കുണ്ടായിരുന്നു. ഞാൻ കണ്ണീരോടെ മാതാവിൻ്റെ മുമ്പിൽ ലൈവ് ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തൊണ്ടയിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. ഏത് സമയവും ഞാനത് തൊട്ടു നോക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും അവിടെ പുരട്ടുമായിരുന്നു. കൃത്യം 5:30 ഞാൻ എഴുന്നേറ്റ് പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം ഞാൻ എല്ലാ ദിവസവും ഞാൻ പുരട്ടുമായിരുന്നു. അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ ഈ ഉടമ്പടി ഉപ്പും തേനും ഉടമ്പടി തൈലവും ഞാൻ ഇട്ട് കുടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നിർത്താൻ പറ്റാത്തത്ര ഒരു ചുമ വന്ന ശേഷം ഞാനങ്ങോട്ട് തളർന്നുപോയി. അതിനുശേഷം ബാത്റൂമിൽ ഓടിച്ചെന്ന് ഞാൻ ചുമച്ചപ്പോൾ ഒത്തിരി കഫം അങ്ങോട്ട് പോയി. അതോടുകൂടി എനിക്ക് ആ ചുമയും കഫക്കെട്ടും എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൂടാതെ എൻ്റെ മകൻ അരുൺ, അവനും ഉടമ്പടിയിലാണ്. ഈ ഏപ്രിൽ 5 അവൻ 10 ദിവസത്തേക്ക് അവൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. ലീവിന് വന്നത് അവൻ ഉടമ്പടിയിൽ അവനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, അവന് കുറച്ച് സ്ഥലം വാങ്ങണമെന്നത്. അവൻ ആ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പരിശുദ്ധ അമ്മ അവൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു സ്ഥലം കിട്ടുകയും അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് അവൻ 6 മാസം കൂടി അവൻ ഇപ്പോൾ നാട്ടിൽ വന്നത്. തിരിച്ചു പോയത് ഏപ്രിൽ 17 വെളുപ്പിനായിരുന്നു. ഏപ്രിൽ 18 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദുബായിൽ ഭയങ്കര വെള്ളപ്പൊക്കവും ഭയങ്കര മഴയുമായിരുന്നു. എൻ്റെ മകനെ ദുബായി ചെന്നിട്ട് ദുബായിൽ നിന്ന് ലോസ് ആഞ്ചലസിലോട്ടാണ് പോകേണ്ടിയിരുന്നത്. അവന് 19 അവന് ജോലിക്കും കയറണം. ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഇരിക്കുമ്പോൾ ഒത്തിരി ഫ്ലൈറ്റുകളെല്ലാം ഇങ്ങനെ ക്യാൻസലേഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ ക്യാരി ബാഗിൽ ഇവിടെ നിന്ന് മേടിച്ച ഉടമ്പടി പത്രം, കൃപാസനം പത്രം, ഇംഗ്ലീഷ് പത്രവും അവൻ്റെ കഴുത്തിൽ മാലയിൽ തന്നെയാണ് അവൻ ഉടമ്പടി നമ്മുടെ കാശുരൂപം അവനിട്ടിരിക്കുന്നത്. അവൻ്റെ കയ്യിൽ എല്ലാ നേർച്ച വസ്തുക്കളുമുണ്ട്. അപ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞ് ജോലി നഷ്ടപ്പെടുന്ന തോന്നണത്, ദുബായിൽ നിന്ന് എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസലേഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ 3-4 ഫ്ലൈറ്റുകളെല്ലാം ഇങ്ങനെ ക്യാൻസലേഷൻ കാണിക്കുന്നു. ഇവൻ്റെ ഫ്ലൈറ്റ് മാത്രം ക്യാൻസലേഷൻ കാണിക്കുന്നില്ല, ഡിലേ എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ, എൻ്റെ മോനെ സുരക്ഷിതമായിട്ട് നീ അവിടെ എത്തിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ സാന്നിധ്യത്തിൽ വന്ന് ഞാൻ കൃതജ്ഞത പറഞ്ഞുകൊള്ളാം, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് വെളുപ്പിന് 3 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് അപ്പോൾ അതിനകത്ത് ഡിസ്പ്ലേയിൽ കാണിച്ചു, അവിടെ നിന്ന് ദുബായിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലോട്ട് ഡിപ്പഞ്ചറിന് കാണിച്ചു. അത് അവൻ്റെ ഫ്ലൈറ്റായിരുന്നു. ആ ഫ്ലൈറ്റ് വന്ന് പിന്നെ 10 മണിക്കായിരുന്നു അവിടെ നിന്ന് ഫ്ലൈറ്റ്. അവൻ സുരക്ഷിതമായിട്ട് ദുബായിലെത്തുകയും പറഞ്ഞ സമയത്ത് തന്നെ അവന് കണക്ഷൻ ഫ്ലൈറ്റ് ലോസ് ആഞ്ചലസിലോട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ലഗേജ് മാത്രം 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ്റെ കയ്യിൽ കിട്ടിയത്. പരിശുദ്ധ അമ്മ അങ്ങനെ അവന് പൂർണ്ണ സംരക്ഷണം നൽകി അവനെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മകൾ വീട് വെക്കാൻ വേണ്ടി സ്ഥലമുണ്ട്, പക്ഷേ വീട് വെക്കാനായിട്ടുള്ള
4-5 കൊല്ലത്തോളമായി വീട് വെക്കാനുള്ള ആഗ്രഹം തുടങ്ങിയിട്ട്. പക്ഷേ ഒന്നും അത് നടക്കുന്നില്ലായിരുന്നു, പല തടസ്സങ്ങളുമായിരുന്നു. ഞാനത് ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും എൻ്റെ ഭർത്താവും കൂടി ആ ഫ്ലോട്ടിൽ പോയി 4 അതിരിലും ആരും ചവിട്ടാത്തടുത്ത് ഈ ഉപ്പിട്ട് നേർച്ച വസ്തുവായ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ മാസം തന്നെ ആ ഭവനത്തിന് വേണ്ടി കല്ലിടുവാനും പിന്നെ എല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തതുപോലെയായിരുന്നു. ഏറ്റവും മനോഹരമായ ഒരു ഭവനം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ഫെബ്രുവരി 10 അവിടെ വെഞ്ചിരിപ്പും പാലുകാശലും നടന്ന് ഇപ്പം എൻ്റെ മകൾ സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കുകയാണ്. കൂടാതെ പിന്നെ ഞാൻ ഉടമ്പടിയിൽ എഴുതാത്ത ഒരു കാര്യമുണ്ട്. എൻ്റെ ചേച്ചിയുടെ മകൻ, അവൻ പള്ളിയുമില്ല ഒന്നുമില്ലാതെ നടന്നിരിക്കുന്നൊരു മകനായിരുന്നു. അവനെ കഴിഞ്ഞ മാസം അവനോട് ഞങ്ങൾ പലപ്പോഴും കൃപാസനത്തിൽ പോണ കാര്യം പറയുമ്പോൾ അവൻ തിരസ്കരിക്കയില്ല, പക്ഷെ ഒന്നിനും അവൻ മറുപടിയും പറയാറില്ല. ഇടവപ്പള്ളിയിലും അവൻ പോകാറാത്ത ഒരു മകനായിരുന്നു. കഴിഞ്ഞ മാസം അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ആ മകനെ ഇവിടെ കൊണ്ടുവന്നു. അവൻ ഇവിടെ വന്ന് കുമ്പസാരിച്ചു, നല്ലൊരു കുമ്പസാരം നയിച്ചു. നമ്മുടെ മെയ് മാസ വണക്കത്തിന് നിയോഗങ്ങൾ എഴുതി കൊടുത്ത് എല്ലാം പത്രവും എല്ലാം മേടിച്ചു. പക്ഷെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. അവൻ പറഞ്ഞു, ഞാനൊന്ന് ശുദ്ധീകരിച്ചിട്ട് ഞാനൊന്ന് ഉടമ്പടിയൊക്കെ ഞാൻ എടുക്കുകയുള്ളൂ എന്ന് അവൻ പറഞ്ഞ്. ഇപ്പോൾ അവൻ ഞാനെല്ലാം ഷെയർ ചെയ്തിട്ട് കൊടുക്കും. എല്ലാ അച്ഛൻ്റെ ആരാധനയും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ യൂട്യൂബ് വഴി അവന് എല്ലാം ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലാം അവനത് കാണാറുമുണ്ട്. അവൻ പള്ളിയിൽ പോകാതിരുന്ന മകനാണ്. ഇപ്പം എല്ലാ എല്ലാ ഞായറാഴ്ചയും 5:30 വിശുദ്ധ കുർബാനയിൽ അവൻ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര കാലിൽ ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. ഉപ്പൂറ്റി വേദന എന്ന് വെച്ചാൽ 2 കാലും നിലത്ത് കുത്തി നടക്കാൻ പറ്റാത്ത പോലെയുള്ള ഉപ്പൂറ്റി വേദനയായിരുന്നു. അപ്പം ഞാൻ 2023 നമ്മുടെ ഒക്ടോബർ 28 ജപമാല റാലിയിൽ അതിഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ആ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണം, പിന്നെ നടക്കാൻ പാടില്ല, കാല് പൊക്കി വെച്ചിരിക്കണം. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഉടമ്പടി തൈലം ഞങ്ങളവിടെ നിന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് ജപമാല റാലിയിൽ വന്നത്. അവിടെ നിന്നൊരു വണ്ടി വിളിച്ച് 23 പേര് ഞങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ജപമാല ചൊല്ലി, ഞങ്ങളിവിടം വരെ ജപമാല ചൊല്ലിയാണ് ഞങ്ങൾ വന്നത്. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഒരു സ്ഥലത്തും നമുക്ക് ഇരിക്കേണ്ട, ഇവിടെ നിന്ന് ജപമാല റാലി, കാലുവേദന അങ്ങനെ വന്നോട്ടെ, ഞാൻ ഉടമ്പടി തൈലം എല്ലാം പുരട്ടി പരിശുദ്ധ അമ്മ എന്നെ അർത്തിങ്ക വരെ ഒരു സ്ഥലത്തും വെള്ളം കുടിക്കാനും പോലും നിന്നില്ല. അതോടുകൂടി എൻ്റെ കാലുവേദന എങ്ങോട്ട് പോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും അപ്പായ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത വേലകൾ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം വാങ്ങി ഒരു സ്ഥലത്തും ഞാൻ വെക്കാറില്ല. എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി പോകുമ്പോൾ തേനും ഉപ്പും ഉടമ്പടി തൈലവുമായിട്ടാണ് ഞാൻ പോകുന്നത്. ഒരിക്കൽ എറണാകുളം ആശുപത്രിയിൽ ക്യാഷ്വാലിറ്റിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു രോഗിക്ക് ഞാൻ ഉടമ്പടി ഉപ്പും പത്രവും എല്ലാമായിട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു, തൈലം ഉണ്ടോ മോളെ എന്ന് പറഞ്ഞു. ഞാൻ തൈലവും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു. ആ ചേട്ടൻ്റെ നാവിൽ ഞാൻ തൊട്ടു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അക്രവസ്ഥമായിട്ടുള്ളൊരു മകള്, എനിക്ക് അത്ഭുതമായി പോയി. ആ മകൻ മരിച്ചതിൻ്റെ ഡിപ്രഷനിലൂടെ ഭയങ്കര പ്രയാസപ്പെട്ട് അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി കൃപാസനത്തിൽ നിന്ന് വന്നതാണെന്ന് ചോദിച്ചു. ഞാൻ കൃപാസനത്തിൽ പത്രവും തേനും ഉപ്പും ഉണ്ട് എൻ്റെ കയ്യിൽ, ഉടമ്പടി തൈലവും ഉണ്ട്. ചേച്ചി ഞാനിപ്പോൾ ഒന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ, എനിക്ക് കൃപാസനത്തിലെ നേർച്ച വസ്തു എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നെന്ന്. പക്ഷേ ആ മകൾക്ക് ഞാനത് കൊടുത്തു. അതിൻ്റെ തീക്ഷ്ണത കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. മാതാവ് തന്നെയാണ് ചേച്ചിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്. എനിക്കത് വലിയൊരു അനുഭവമായി. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്, ഞാൻ മരിയാലയത്തിൽ പോകും, അവിടുത്തെ വൃദ്ധസദനത്തിൽ പോകും. അവിടുത്തെ അമ്മമാർക്ക് ഭക്ഷണവും അങ്ങനെയൊന്നുമല്ല. അവിടുത്തെ സിസ്റ്റർമാർ പറയും, ഞങ്ങൾക്ക് കുറച്ച് പാമ്പറുകളാണ് വേണ്ടത്. അതായത് ഒരമ്മച്ചിക്ക് 3-4 വെച്ചൊക്കെ വേണം പാമ്പർ മാറ്റാൻ, കിടപ്പ് രോഗികളാൻ. അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ വർത്തമാനം പറയുകയും അവരുടെ നിന്ന് ബർത്ത്ഡേ വരുമ്പോൾ കേക്ക് കട്ടിങ്ങിനും എല്ലാത്തിനും പോവുകയൊക്കെ ചെയ്യും. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറഞ്ഞു നിർത്തുന്നു.